സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാത്തലിക് അച്ഛൻ നടത്തിയൊരു പ്രസംഗത്തിലെ ചില പരാമർശങ്ങളാണ് ഇന്ന് പാഠഭേദത്തിലൂടെ മാന്യപ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നോ ദ ട്രൂത്ത് എന്ന് പറയുന്ന ചാനലിൽ ഫാദർ ഡോക്ടർ പോൾ കൈപ്പറമ്പാടൻ എന്ന് പറയുന്ന ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ നടത്തിയ ഒരു പ്രസംഗം. ഞാൻ അച്ഛന്മാരുടെ പ്രസംഗം കേൾക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം, ഞങ്ങൾ ഈ പെന്റിക്കോസ്റ്റലിലെ ഉപദേശിമാരെ പോലെ ഒന്നുമല്ല അച്ഛന്മാർ. വളരെ ശാന്തമായിട്ട് ഒക്കെ പറയുന്നത് കേൾക്കുന്നത് ഒരു ഭംഗിയാണ്. മാത്രമല്ല, ഏത് സ്വഭാവവിഭാഗത്തിലെ ആളുകളാണെങ്കിലും അവർ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ വാചകം നമുക്ക് ഒരു നല്ല ആശയമായി ലഭിച്ചാൽ എന്നൊക്കെയുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് അച്ഛന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഈ അച്ഛൻ്റെ പ്രസംഗം അങ്ങനെ ഞാൻ മനഃപൂർവ്വമായിട്ട് പ്രസംഗം പ്രാപിക്കാൻ വേണ്ടി കേൾക്കാനിരുന്നൊന്നുമല്ല. പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ മറിയത്തിൻ്റെ വ്യാജ ചിത്രങ്ങൾ പള്ളികളിൽ പ്രചരിക്കുന്നു. ഇതാണ് ഈ ഒരു പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ തമ്പനെയിലിൽ കൊടുത്തിരുന്നത്. ഇതെനിക്കൊത്തിരി രസകരമായി തോന്നി. മറിയത്തിൻ്റെ വ്യാജ ചിത്രങ്ങൾ വ്യാപകമാകുന്നു, ശ്രദ്ധിക്കുക എന്ന ഒരു ടൈറ്റിൽ. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സംശയം തോന്നി. നമ്മൾ ഈ പ്രൊട്ടസ്റ്റൻ്റുകാരനാണല്ലോ, അല്ലെങ്കിൽ പെന്റിക്കോസ്റ്റുകാരനാണല്ലോ. ഈ ഒറിജിനൽ മറിയത്തിൻ്റെ ചിത്രം ആരുടെ കയ്യിലെങ്കിലും ഉണ്ടോ, ഉണ്ടായിരുന്നോ? മറിയമൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെ ആരെങ്കിലും ചിത്രം വരച്ചിട്ടുണ്ടോ? ഒറിജിനൽ ഉണ്ടെങ്കിലല്ലാതെ ഈ വ്യാജ ചിത്രം എന്ന് പറയുന്ന വാക്കിന് പ്രസക്തിയുള്ളൂ. അച്ഛൻ്റെ വീഡിയോ കേട്ടപ്പോൾ എനിക്കൊരു പുതിയ അറിവ് കിട്ടി. അതായത് നിത്യസഹായ മാതാവ് എന്ന് പറയുന്ന കാത്തലിക് ചർച്ച് ഉപയോഗിക്കുന്ന ഒരു ചിത്രത്തെക്കുറിച്ചാണ് അച്ഛൻ്റെ പരാമർശങ്ങൾ. ആ ചിത്രം എനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ. കാത്തലിക് ചർച്ചിൻ്റെ ഒരു പഠിപ്പീരനുസരിച്ച് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയ ലൂക്കോസ് വരച്ച ചിത്രമാണ്. അതായത് മാതാവ് പ്രത്യേകമായി ലൂക്കോസിനോട് പറഞ്ഞു അങ്ങനെ ഒരു ചിത്രം വരയ്ക്കുവാൻ. ആ ചിത്രത്തിൻ്റെ പിന്നിലുള്ള കഥകളൊക്കെ അച്ഛൻ നന്നായിട്ട് വിവരിക്കുന്നുണ്ട്. ഇത്രയുമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ശരിക്കും ലൂക്കോസ് തന്നെയാണോ ഈ ചിത്രം വരച്ചത്? അപ്പോൾ ലൂക്കോസ് കേവലം ഒരു ഡോക്ടർ മാത്രമായിരുന്നില്ല, ഒരു ചിത്രകാരൻ കൂടിയായിരുന്നു എന്ന് പറയേണ്ടി വരുമല്ലോ. എന്താണെങ്കിലും ഒന്ന് അന്വേഷിക്കുവാൻ ഞാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ ചിത്രം 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ് പ്രചാരത്തിൽ വരുന്നത്. ആരാ വരച്ചതെന്ന് അറിയില്ല. എന്താണെങ്കിലും 15-ാം നൂറ്റാണ്ട് മുതലാണ് ഈ ചിത്രം പ്രചാരത്തിൽ വരുന്നത്. 10-15 നൂറ്റാണ്ടുകൾ അപ്പോസ്തലന്മാർക്കോ അപ്പോസ്തോലിക സഭയ്ക്കോ ഒന്നും അറിയാത്ത ചിത്രം. സ്വാഭാവികമായിട്ടും ലൂക്കോസൊക്കെ അങ്ങനെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 2 വാക്കെങ്കിലും ലൂക്കോസ് എഴുതുകയില്ലേ? യേശുവിൻ്റെ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞ് ഞാനൊരു ചിത്രം വരച്ചിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കാണണം, വലിയ അർത്ഥമുള്ള ചിത്രമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയില്ലേ? ഈ അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിലൊക്കെ ക്രിസ്റ്റോളജി, ക്രിസ്തുശാസ്ത്രം എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മശിഹയിത്വം, അവൻ്റെ ക്രിസ്തു എന്ന ടൈറ്റിൽ ഇത് 1-ാം നൂറ്റാണ്ടിൽ തെളിയിക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ലേഖനങ്ങളിൽ ഈ ചിത്രത്തെക്കുറിച്ചൊരു പരാമർശം വരുമായിരുന്നു. കാരണം ലൂക്കോസിന് പ്രത്യേകമായി മാതാവ് വെളിപ്പെടുത്തി കൊടുത്ത ചിത്രം. ആ ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ഗബ്രിയേലും മീഖായേലും 2 മാലാഖമാർ 2 സൈഡിൽ നിൽക്കുന്ന ചിത്രം. യേശുവിൻ്റെ ചിത്രം, ചെറിയ യേശു, പ്രായം കുറഞ്ഞ യേശു. അച്ഛൻ തന്നെ പറയുന്ന അഭിപ്രായം അനുസരിച്ച് 12, 14, 15 വയസ്സൊക്കെ ഉള്ളൊരു യേശു അമ്മയുടെ മടിയിലിരിക്കുന്ന ചിത്രം. ഈ ചിത്രത്തിൽ ആ പ്രായത്തിൽ മീഖായേലും ഗബ്രിയേലും യേശുവിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് യേശുവിനുണ്ടാകാൻ പോകുന്ന കഷ്ടാനുഭവങ്ങൾ എന്നൊക്കെയാണ് അച്ഛൻ ഈ ചിത്രത്തെക്കുറിച്ച് വിവരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ക്രിസ്റ്റോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം യേശു താൻ പരിസ്ഥിതി ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മീഖായേലും ഗബ്രിയേലും വെളിപ്പെടുത്തി കൊടുത്തു യേശുവിൻ്റെ അമ്മയ്ക്കും യേശുവിനും യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് എന്ന ഒരു വെളിപ്പാട് ലൂക്ക പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ലൂക്കായുടെ സന്തത സഹചാരിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. തിരിച്ചാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പൗലോസിൻ്റെ സഹചാരിയായിരുന്നു ലൂക്ക. എങ്ങനെയുമാകട്ടെ, അവരൊന്നിച്ചാണ് ഈ മിഷണറി യാത്രകൾക്കൊക്കെ പോയിരുന്നത്.
പൗലോസിൻ്റെ ലേഖനങ്ങളിൽ എഴുതുമായിരുന്നു, ലൂക്ക ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ ചിത്രം യേശുവിൻ്റെ ക്രിസ്റ്റോളജിക്ക് തെളിവാണ് എന്നൊക്കെ എഴുതുമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല, വേദോത്സവത്തിൽ അങ്ങനെയൊന്നും ഇല്ല. 15-ാം നൂറ്റാണ്ടിന് ശേഷം പൊങ്ങി വന്നൊരു ചിത്രത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട അച്ഛൻ, ഇത് ഒറിജിനൽ ചിത്രമാണ്. പക്ഷേ ഇപ്പം പ്രശ്നം എന്താ, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചിത്രങ്ങൾ ഇറങ്ങുന്നു. മറ്റൊരു ചിത്രം അച്ഛൻ കാണിച്ചു. അച്ഛൻ പറയുകയാണ്, ഒറിജിനലേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. നിങ്ങൾക്ക് നിത്യസഹായ മാതാവെന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ, അപേക്ഷിക്കണമെങ്കിൽ ഈ ഒറിജിനൽ ചിത്രം നോക്കി പ്രാർത്ഥിച്ചാലേ അതിൻ്റെ ഒരു പ്രയോജനമുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ചിത്രം മാർക്കറ്റിൽ ഒത്തിരി പ്രചരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ചിത്രമാണ്, അത് വാങ്ങിച്ചു വെച്ചാൽ അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് മാതാവാണ്, പക്ഷേ നിത്യസഹായ മാതാവല്ല, വ്യാജ ചിത്രമാണ് എന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. നിത്യസഹായ മാതാവിൻ്റെ ഒറിജിനൽ ചിത്രമാണ് നാം വണങ്ങേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും. അതാ മാർപ്പാപ്പ പറഞ്ഞത്. അതിൻ്റെ ഒത്തിരി വ്യാജ ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഒറിജിനൽ വ്യാജം എന്ന് നമുക്ക് തിരിച്ചറിയാം? ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കേണ്ടത്, നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിന് മാർപ്പാപ്പയുടെ അപ്രൂവൽ കിട്ടാൻ ഒരു കാരണം, നമ്മുടെ സഭയുടെ പൗരാണികമായ ഒരു പാരമ്പര്യമാണ് ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം വരച്ചത് വിശുദ്ധ ലൂക്കാ സുവിശേഷകനാണ് എന്നത്. എന്നിട്ട് അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്. ശരിക്കും മാർപ്പാപ്പ ഈ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം അതിൻ്റെ കസ്റ്റോഡിയൻസായിട്ട് അത് പുറത്തെടുക്കുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക കോൺഗ്രിഗേഷൻ്റെ പേരൊക്കെ അച്ഛൻ പറഞ്ഞു. ആ കോൺഗ്രിഗേഷനാണ് ഈ ചിത്രം പുറത്തിറക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും ചിത്രം വാങ്ങിച്ചിട്ട് അത് നിത്യസഹായ മാതാവാണെന്ന് പറഞ്ഞ് അതിനെ വണങ്ങിയാൽ അത് വ്യാജ ചിത്രത്തെയാണ് നിങ്ങൾ വണങ്ങുന്നത് എന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിനൊരു മറുപടി എന്താ, അല്ലെങ്കിൽ ഒരു പ്രതികരണം എന്താ ഫിനി പാസ്റ്റർ പറയാൻ പോകുന്നത്? ഇതിലേത് ശരിയായ ചിത്രമെന്നാണോ? 1-2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം അച്ഛൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ വ്യാജ ചിത്രം പോലെയാണ് പ്രൊട്ടസ്റ്റന്റുകാർ ഉപയോഗിക്കുന്ന ബൈബിളും വ്യാജ ബൈബിളാണ്. ആ ബൈബിൾ നമ്മൾ കാതലിക് വിശ്വാസികളുടെ വീടുകളിൽ ഉപയോഗിക്കാൻ പാടില്ല. പ്രൊട്ടസ്റ്റന്റ് ബൈബിള് വ്യാജനാണോ, വ്യാജ പരിഭാഷയുണ്ട് എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൻ്റെ അകത്ത്. അപ്പോൾ പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ വ്യാജമാണ്, അതുപോലെ തന്നെ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ പരാമർശിച്ചതുകൊണ്ട് 1-2 ചെറിയ ചിന്തകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട പോളച്ചനുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ പങ്കുവെക്കുകയാണ്. ആദ്യമേ എനിക്ക് മറുപടി പറയാനുള്ളത് എൻ്റെ മറുപടിയല്ല. കത്തോലിക്ക സഭയിൽ 52 വർഷങ്ങൾ ശുശ്രൂഷിച്ച വളരെ വയോധികനാകുന്ന ഒരച്ഛനുണ്ട്, ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ. ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ആണ് ഈ പറഞ്ഞ പോളച്ചന് ഒരു പ്രതികരണമായിട്ട് മറുപടിയായിട്ട് ആദ്യം ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത്. അതിനു മുമ്പേ ഈ പറഞ്ഞ പോളച്ചൻ പറഞ്ഞ വീഡിയോ കാണണ്ടേ, ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നീട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ 1-2 പരാമർശങ്ങൾ കൂടെ കാണിക്കാം. ആദ്യമായിട്ട് പോളച്ചൻ എന്താ പറഞ്ഞിരിക്കുന്നത്, നിത്യസഹായ മാതാവ് ആ ചിത്രം വ്യാജമാണെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 1-2 സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുക. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ ജെയിംസ് മഞ്ഞാക്കൽ അച്ഛൻ്റെ പ്രഭാഷണം കേൾക്കാം. മാതാവിൻ്റെ തലയിൽ ഒരു കിരീടം ലൂക്ക വരച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. ഈ ചിത്രത്തിന് പ്രചാരം കിട്ടിയപ്പോൾ പലരും രൂപങ്ങൾ വരച്ചു കൂട്ടിയതിൻ്റെ പോലെ കുറെ കിരീടവും പ്രകാശവും എല്ലാം ആഡ് ചെയ്തതാണ്. അങ്ങനെ ലൂക്ക വരച്ച ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്വർണ്ണ നിറത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം നമുക്കിപ്പോൾ ഈ രൂപത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്ന്, മാതാവിൻ്റെ കൈകളിൽ ചേർത്ത് ഉണ്ണീശോ പിടിച്ചിരിക്കണം, അത്രയേറെ ആശ്രയബോധമുണ്ടെന്ന് കാണിക്കാനാണ്. അത് കണ്ടിട്ട് വേണം മാതാവ് എത്രയോ ശ്രദ്ധാപൂർവം തൻ്റെ മകനെ പരിപാലിച്ചു. ഈശോ എത്രയോ ആശ്രയബോധത്തോടെ മാതാവുമായിട്ട് ജീവിച്ചു. ഇനി ഈശോയെ കണ്ടാൽ ഒരു ചെറിയ കൊച്ചല്ല, ഏതാണ്ട് 10-12 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ പോലെ തോന്നും. പ്രായമായെങ്കിലും കുഞ്ഞാണ്. ഈ മാതാവിന് ഈശോ എന്നും കുഞ്ഞാണ്, പ്രിയപ്പെട്ട കുഞ്ഞാണെന്ന് കാണിക്കാനാണ് പ്രായമായ ഉണ്ണിയെ ചെറിയ ഉണ്ണിയായിട്ട് മാതാവ് കയ്യിൽ പിടിച്ചിരിക്കുന്ന രീതിയിൽ അത് ചിത്രീകരിച്ചിരിക്കുന്നത്.
അവരാണ് നിത്യസമാധാന ചിത്രം പറഞ്ഞത്. പക്ഷേ മാതാവിൻ്റെ ഒത്തിരിയേറെ വ്യാജ രൂപങ്ങൾ മാർക്കറ്റിലെല്ലാം ഉണ്ട്, പ്രചരിച്ചു. ആളുകൾ ഈ 2 മാലാഖേനെ ഏതാനൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇത് വാങ്ങിച്ചിട്ട് നിത്യസമാധാനം, അതൊരു മാതാവിൻ്റെ രൂപമാണ്, കുഴപ്പമില്ല, മാതാവാണ്, പക്ഷെ നിത്യസമാധാൻ്റെ ഐക്കണല്ല. അതുകൊണ്ട് നാം അറിഞ്ഞിരിക്കണം, നമ്മുടെ പള്ളിയിൽ കുർബാനയ്ക്ക് നാം ബൈബിൾ ഉപയോഗിക്കുന്നു. ഒരിക്കലും പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിളോ വ്യാജമായി പ്രിന്റ് ചെയ്ത ബൈബിളോ ഉപയോഗിക്കുകയല്ല. സഭയുടെ ഔദ്യോഗിക ബൈബിളെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയുള്ളൂ. POCയിൽ നിന്നാണ് സഭ ഔദ്യോഗിക ബൈബിൾ ഇറക്കുന്നത്. അതേ നമ്മുടെ കുടുംബങ്ങളിൽ ഉപയോഗിക്കാവൂ. അപ്പോൾ ഒറിജിനലും വ്യാജവും തിരിച്ചറിഞ്ഞു കൊള്ളണം. നമ്മുടെ ആരാധനയിലും നമ്മുടെ ദേവാലയങ്ങളിലും മാർപ്പാപ്പ അപ്രൂവ് ചെയ്ത സഭ ഔദ്യോഗികമായിട്ട് പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾ വേണം ഉപയോഗിക്കപ്പെടാൻ. ഈ നിത്യസമാധാൻ്റെ കാര്യത്തിൽ ഒത്തിരി ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വന്ന ഉടനെ ആ രൂപം അവിടെ നിന്ന് മാറ്റിയത്. പോളച്ചൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ. ഇനിയും പോളച്ചന് ഞാനല്ല കേട്ടോ, ജെയിംസ് മഞ്ഞാക്കൽ അച്ഛൻ കൊടുക്കുന്നൊരു മറുപടി. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മഞ്ഞാക്കൽ അച്ഛൻ പോളച്ചന് മറുപടിയായിട്ട് കൊടുത്ത വീഡിയോ ഒന്നും അല്ലത്. പക്ഷേ എനിക്ക് തോന്നി ഞാൻ പറയുന്നതിൽ ഭംഗിയായിട്ട് ഈ മഞ്ഞാക്കൽ അച്ഛൻ പരാമർശിക്കുന്ന ചില വിഷയങ്ങൾ പോളച്ചനുള്ള മറുപടിയാണല്ലോ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനതങ്ങ് മറുപടിയാക്കി അങ്ങിടുകയാണ്. പിണങ്ങരുത്. മഞ്ഞാക്കലച്ചൻ്റെ വീഡിയോയുടെ തമ്പനയിൽ ഇങ്ങനെയാണ്: പാപം ജനങ്ങളുടെ വിശ്വാസം ചൂഷണം ചെയ്യരുതേ. പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ ക്രിസ്ത്യാനികളായ നമ്മൾ പ്രത്യേകമായി ഏറെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നമുക്കൊരു പുതിയ ജീവിത ശൈലി ഉണ്ടായേ മതിയാവും. നമ്മുടെ ഇപ്പോഴത്തെ പോക്ക് ഈശോയുടെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, അത് വ്യക്തമാണ്. ആരെയാണ് പിതാവായ ദൈവം ഇന്ന് അന്വേഷിക്കുന്നത്? ആദ്യമേ നമുക്കത് നോക്കാം. സമരയക്കാരി സ്ത്രീയോട് ആ കിണറിൻ്റെ കരയിൽ വെച്ച് കർത്താവ് പറഞ്ഞ വാക്കുകൾ യോഹന്നാൻ അധ്യായം 4:23 മുതൽ നമ്മൾ വായിക്കുന്നു. യഥാർത്ഥ ആരാധകർ സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ശേഷമാണ് ആ സ്ത്രീ പറഞ്ഞു, ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ പറഞ്ഞു, ഈ സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ക്രിസ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയാൻ കാരണം, നമുക്കെല്ലാം വെളിപ്പെടുത്തി തന്നെ സമർപ്പിക്കുന്ന ആ കുരിശിലെ കർത്താവ് പറയുന്നത്, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെ പിതാവ് അന്വേഷിക്കുന്നുവെന്ന്. അതിനുവേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത്. അതാണ് ദൈവത്തിൻ്റെ രാജ്യം. ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറയുന്നത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരുടെ, യേശുവിനോട് ചേർന്നിരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ കണ്ടേ മതിയാവും. ഇപ്പോൾ നമ്മുടെ സഭ എന്ന് പറയുന്ന സമൂഹത്തിൽ, ഞാൻ സഭയെന്ന് വിളിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആരും സഭയിൽ, സഭ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിലെ ശരീരത്തിലെ അംഗങ്ങളാണ്. 1 കൊറിന്തോസ് നമ്മൾ വായിക്കുന്നുണ്ട് 12:27. ഇന്ന് എന്താണ് സഭയെന്ന് കാണുന്നത്? മുത്തുക്കൊട, കുരിശുകൾ, അതും ആയിരക്കണക്കിന് സ്വർണ്ണക്കുരിശ്, അല്ലെങ്കിൽ വെള്ളിക്കുരിശ്, ചെണ്ട, മേളം, അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിണ്ടി പ്രദർശന തുലാഭാരം, പിന്നെയോ ഏറെ കഴുന്നുകൾ ഇങ്ങനെ കൈപ്പിടിച്ചുകൊണ്ട് നടക്കുക. വെറും ചെമ്പ അല്ലെങ്കിൽ വെറും അലുമിനിയം കൊണ്ടുണ്ടാക്കിയതാണെന്ന് ഓർക്കണമേ. ഇനിയും പുണ്യവാളന്മാരോ 1 2 ഒന്നും അല്ല, എല്ലാവരും പെട്ടിയും വെച്ചുകൊണ്ടിരിക്കുകയാണ് മോണ്ടളത്തിൽ, പള്ളിയുടെ ഫ്രണ്ടിൽ. പ്രദക്ഷിണം വരുമ്പോൾ ഈ അടുത്തൊരു നാളിൽ ഒരു അമ്പലത്തിൻ്റെ പടിക്കിലൂടെ പോകുന്ന ഞാൻ കണ്ടു. 10-15 തോളെ വെച്ചിരിക്കുകയാണ്. തടിയോ കുമ്മായോ ഒക്കെ ഉണ്ടാക്കിയ ഈ സ്വരൂപം, വിഗ്രഹാരാധന. അത് കണ്ടുകൊണ്ടിരുന്ന ഹൈന്ദവർ അവരെ നോക്കിക്കൊണ്ട് ക്രിസ്ത്യാനികളാ നാം പറയുമ്പോൾ അവരാ വിഗ്രഹാരാധ അല്ല. ഇന്ന് അവരല്ല, നമ്മളാണ് വിഗ്രഹാരാധകർ. തന്നെ നടക്കാൻ മേലാത്തത് കൊണ്ട് തോളെ വെച്ചുകൊണ്ട് പോകുന്നു. സങ്കീർത്തനം പറയുന്നുണ്ട്. സംസാരിക്കാൻ ശക്തിയില്ല, എന്തെങ്കിലും നമ്മളെ നോക്കാനും ശക്തിയില്ല. വെറും തടിയോ മരങ്ങളോ കൊണ്ട് ഉണ്ടാക്കിയ നിർജീവ വസ്തുക്കളെയും വെച്ചുകൊണ്ട്
ആളുകളൊക്കെ പാവങ്ങൾ അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്താണ്. അത് നിർത്തണം. അത് നിർത്തിയേ മതിയോ? അത് നിർത്തുന്നത് നമ്മളാണ്, അധികാരികൾ നിർത്തില്ല. കാരണം അവിടെ വേറെ ബിസിനസ്സിൻ്റെ ആസ്പെക്റ്റ് ഉണ്ട്. കോടിക്കണക്കിനും ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ട്. അവർ നിർത്തില്ല. പ്രിയമുള്ള നമ്മൾ ക്രിസ്ത്യാനികളാണ് ഇതിന് തീരുമാനമെടുക്കേണ്ടത്. ഇങ്ങനെയുള്ള സംബന്ധിക്കില്ല, സഹകരിക്കില്ല എന്ന് തീരുമാനിക്കണം. അത് ഈശോയുടെ ഇഷ്ടമല്ല. ഈശോയുടെ ഇഷ്ടമെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. 1 തെസ്സലോനിയൻസ് അധ്യായം 4:3 നിങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം ഒരു വിശുദ്ധ ജീവിതമാണ്. അതൊന്നും ഇല്ല. കുമ്പസാരത്തിന് പോലും അച്ഛന്മാരിപ്പില്ല. ഈ പ്രദർശനമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വചനപ്രഘോഷണമോ ഒന്നുമില്ല. എല്ലാം വെടികെട്ട് അല്ലെങ്കിൽ ഖജനാവെടി, ഏലക്കാമാല, ഈ തടിയെ കൊണ്ട് ഇടുക, അത് വിറ്റ് കാശാക്കുക. അടുത്തൊരിടയിലൊരു പ്രദർശനം ഞാൻ കണ്ടില്ല, കണ്ടവർ കൂടിയവർ പറയുകയായിരുന്നു. ഒരു കഴുന്ന് എഴുന്നള്ളിച്ച് മുന്നേ പോകുന്നു, പുറയിൽ ഒരു ലോറിയിൽ ഒരു മനുഷ്യൻ, എന്നിട്ട് വില്ലുണ്ട്, മേത്തെല്ലാം ഈ അമ്പുണ്ട്, സെബസ്ത്യാനോസ തലയിൽ മുടിയും വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ നിൽക്കുന്ന എല്ലാവരും നോക്കി ചിരിക്കുകയാണ്. ആർക്കും ഒരു ഭക്തിയൊന്നുമില്ല. യഥാർത്ഥ ഭക്തി തിന്മയെ വെറുക്കലാണേ, മറക്കരുതേ. എത്ര തിന്മകളാണ് ഈ പ്രദർശനത്തിൽ നടക്കുന്നത്. മദ്യമുണ്ട്, മ്ലേച്ഛതയുണ്ട്. ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. ആള് കൂട്ടുക, മേളം കൂട്ടുക, വേറെ കച്ചവടക്കാർ വരിക, അതിന് സ്ഥലം കൊടുക്കുക, അതിൻ്റെ വാടക മേടിക്കുക. പ്രിയപ്പെട്ടവരെ, അത് പിന്നെ നമുക്ക് ഒരിക്കലും പാടില്ലാത്ത തുലാഭാരങ്ങൾ, ഇതൊക്കെയാണ് നടന്നു പോകുമെന്ന് ഓർക്കണം. ഇത് മക്കളെ നമ്മൾ നിർത്തേണ്ടത്, നമ്മൾ നിർത്തണം. അത് സത്യത്തിലും ആത്മാവിലും നമുക്ക് കർത്താവിനെ ആരാധിക്കണം. ഈ തടിയെ വെച്ചുകൊണ്ട് വെഞ്ചാപരം വീശുക, വെച്ചിലെറിയുക, പാക്കെറിയുക, എന്നിട്ട് അത് നോക്കി ഇരിക്കുകയാണ്. നല്ല ആർട്ടിസ്റ്റ്, നല്ല കലാകാരന്മാരുണ്ടാക്കിക്കൊണ്ട് മുഖത്തല്ല പുഞ്ചിരിയൊക്കെ കാണും പുണ്യാൻ്റെ. പുണ്യാൻ്റെ ചിരിയൊന്നും അല്ല, തമ്പുരാൻ്റെ അല്ല. നിങ്ങൾ നോക്കേണ്ട യേശുവിൻ്റെ മുഖത്തേക്കാണ്. ഹല്ലേലൂയ. നീ ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതല്ല. ഇത് വീണ്ടും വീണ്ടും പറയുകയാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം രാജ്യത്തിൽ ഇറങ്ങിയാലേ നമ്മൾ ക്രിസ്തീയരാകൂ. ഇന്നത്തെ പോക്ക് ക്രൈസ്തവ ജീവിതമല്ല, പിന്നെ ഒരു മതജീവിതം. മറ്റു മതങ്ങളോടൊപ്പം നമ്മൾ മത്സരം. അവർക്ക് ആനയുണ്ട്, ഞങ്ങൾ ആനയെ കൊണ്ടുവരണം. അവർക്ക് കുടയുണ്ട്, ഞങ്ങൾക്കും കുട വേണം. അവർക്ക് വെടികെട്ടുണ്ട്, ഞങ്ങൾക്കും വേണം. ഇതൊക്കെ എന്നിട്ട് അവരെ കുറ്റം പറയും. അവരാണ് വിഗ്രഹ ആരാധകരെന്ന്. പ്രിയപ്പെട്ട് നമുക്ക് വിഗ്രഹങ്ങളെ തുടച്ചു മാറ്റണം. ഈ ഉള്ള പുണ്യാമാരെയെല്ലാം ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നേർച്ചപ്പെട്ടിയൊക്കെ വെക്കുന്നത് ഞാൻ പറയും വളരെ വളരെ പരിതാപകരമാണ്. നമുക്ക് കഞ്ഞിക്ക് മാർഗമില്ലാത്തവരാണോ ഈ സഭയിലുള്ള മേലധികാരികളെല്ലാം? ഈ പിച്ച പാവപ്പെട്ടവരാണ്. എന്തെങ്കിലും കിട്ടുമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗമികമായ ഒരു രോഗശാന്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കടം വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ള വീസ ആയിരിക്കാം കിട്ടാനായിട്ട്. ഈ തടിയെ നോക്കിക്കൊണ്ടാണ് ഉള്ള കയ്യിലുള്ളതെല്ലാം കൊണ്ട് ഇടുകയാണ്. എന്നിട്ട് ഇതെല്ലാം എവിടെ പോകുന്നു? ഞാൻ ഒരിക്കൽ ഓർക്കാറൊരു പള്ളിയിൽ ചെന്നപ്പം പുതിയ പള്ളി പണിയാണ്. പഴയ രൂപങ്ങളെല്ലാം കൂടെ ഒരു കുന്നുകൂട്ടി കിടക്കുകയാണ്, മുഴുവൻ പൊടിയും പിടിച്ച്. അപ്പോൾ എന്നോട് പറയുമായിരുന്നു അവിടുത്തെ കൈക്കാരൻ, ഇതെല്ലാം ഇനി പുതിയ പള്ളി പണിയുമ്പം നല്ലപോലെ പെയിൻ്റ് അടിച്ചിറക്കണം, എങ്കിലേ ആളുകൾ കാഴ്ചയ്ക്ക് അത് ഇമ്പമാകൂ. എന്താ ഇതൊക്കെ പ്രിയമുള്ളവരെ, ഞാനത് വിശദീകരിച്ച് പറയാണ്. കാരണം പറഞ്ഞ് മടുത്തു. എന്നിട്ടും എനിക്കൊത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ധ്യാനങ്ങളിലൂടെ, പ്രത്യേകിച്ച് അടുത്തൊരു നാളിൽ ഷെക്കീന ടെലിവിഷനിൽ കൊടുത്ത ധ്യാനങ്ങളിലൂടെ ധാരാളം പേര് അതൊക്കെ നിർത്തി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്കെഴുതി, അച്ഛാ ഇനി ഞാൻ തീരുമാനിച്ചു വചനത്തിൽ വളരാൻ. ഞാൻ എന്നും പള്ളിയിൽ പോകും, ആരാധനയെ സംബന്ധിക്കും, ഞാനവിടെ പോയി പ്രാർത്ഥിക്കും പള്ളിയിൽ. ഞാൻ പെരുന്നാൾ ഈ തവണ കൂടുന്നുമില്ല, കഴിഞ്ഞെടുത്തില്ല. ആ ചിലവാക്കുന്നതെല്ലാം കൂടെ ഞാൻ സ്വരൂപിച്ച് പാവങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. നമുക്കൊരു മാറ്റം വേണ്ട മക്കളെ. ചുമ്മാ ഒരു മതപ്രസംഗം ഞാൻ പറയുകയല്ല. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരെ കർത്താവ് തേടുന്നു, സ്വരൂപിക്കുന്നു, തൻ്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയാണ്. അല്ലാതെ ഈ പുറമേ ബഹളവും വെച്ച്, വൈരാഗ്യവും രോഷവും തിന്മയെല്ലാം വെച്ച്, മദ്യവും വെച്ച് ഈ എഴുന്നള്ളത്ത് നടത്തിക്കൊണ്ട് ആരും രക്ഷ പ്രാപിക്കില്ല. ആകയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. റോമ 8:1. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഐക്യം ആത്മാവിലാണ് ഉണ്ടാകേണ്ടത്.
അല്ലാതെ ഈ ബഹളം വെച്ചതുകൊണ്ട് ആത്മാവിലൊരു ഐക്യവുമില്ല. അപ്പോൾ അതാണ് മഞ്ഞാക്കലച്ചൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, സത്യവിശ്വാസികൾ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കണം. പിന്നെ മഞ്ഞാക്കലച്ചൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, മുഴുവൻ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അച്ഛൻ്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടോണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അച്ഛൻ്റെ ഹൃദയത്തിലെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. അച്ഛന് വെളിച്ചം ഹൃദയത്തിൽ വന്നിരിക്കുന്നു. എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും മഞ്ഞാക്കലച്ചനെ പോലെ പല അച്ഛന്മാർക്കും ഹൃദയത്തിൽ ഈ വെളിച്ചം, സുവിശേഷത്തിൻ്റെ ദൈവവചനത്തിൻ്റെ വെളിച്ചമുണ്ടാകണം. ഇതാണ് ഇതിൻ്റെ കാര്യം. ഈ പറഞ്ഞ ചിത്രങ്ങൾ, അത് ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതിനകത്തൊക്കെ ഈശോയെ ആരാധിക്കുക, ഈശോയെ സ്തുതിക്കുക, ഈശോയെ വണങ്ങുക എന്ന ഒരു ചിന്ത മാത്രം. എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസം മഞ്ഞാക്കലച്ചനോടും ഉണ്ട് കേട്ടോ. മഞ്ഞാക്കലച്ചൻ്റെ വീഡിയോയിൽ അദ്ദേഹം മുൻപോട്ട് കേൾക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, മറ്റ് പുണ്യവാളന്മാരുടെ ഒന്നും രൂപങ്ങളുണ്ടാക്കണ്ട, ഈശോയുടെ ഒരെണ്ണം മാത്രം മതി. എനിക്ക് ആ അഭിപ്രായം പോലും ഇല്ല മഞ്ഞാക്കലച്ച, അതുപോലും വേണ്ട. ഈശോ ഈ പറഞ്ഞ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വിഗ്രഹങ്ങളിൽ ഒതുങ്ങുന്നവനല്ല എന്ന് മഞ്ഞാക്കലച്ചൻ്റെ ലാംഗ്വേജ് തന്നെ ഞാൻ ഉപയോഗിക്കുകയാണ്. കുമ്മായം കൊണ്ടുണ്ടാക്കുന്നവൻ അല്ല എങ്കിൽ തടി കൊണ്ടൊന്നും ഉണ്ടാക്കുന്നവൻ അല്ല ഈശോ എന്ന് ഞാനങ്ങ് കടമെടുത്ത് പറയുകയാണ്. ഇനിയും നമുക്ക് ഈ പറഞ്ഞ പോളച്ചൻ പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത് പോളച്ചൻ പറഞ്ഞ കാര്യം, ലൂക്ക ഈ ചിത്രം വരച്ചു എന്ന അവകാശവാദം. അതാദ്യം തന്നെ ഞാൻ പറഞ്ഞു, അതിനുള്ള ഒരു സാധ്യതയുമില്ല. ചരിത്രത്തിൽ അതിന് തെളിവുകളില്ല. 15-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ ചിത്രം പുറത്തു വരുന്നത്. ആ ചിത്രത്തെക്കുറിച്ച് കുറേ ചരിത്ര വസ്തുതകൾ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുവാൻ ഇടയായി തീരും. പക്ഷേ ഈ ചിത്രത്തിൽ അച്ഛൻ വിവരണം പറയുമ്പോൾ അച്ഛൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ്. ഈ ചിത്രം, അതായത് ലൂക്ക വരച്ച ചിത്രത്തിൻ്റെ കഥ, ഗബ്രിയേലും മീഖായേലും പ്രത്യക്ഷപ്പെട്ടിട്ട് യേശു ചെറിയ പൈതലായിരിക്കുമ്പോൾ 12-15 വയസ്സൊക്കെ ആകാമെന്ന അച്ഛൻ തന്നെ സൂചിപ്പിക്കുന്നത്. ഈ ഗബ്രിയേലും മീഖായേലും യേശു പിന്നീട് ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന ചില കഷ്ടാനുഭവങ്ങളുടെ സിമ്പിൾസ് കാണിച്ചു. മീഖായേലിൻ്റെ കയ്യിലിരിക്കുന്നത് യേശു ക്രൂശിക്കപ്പെടാനുള്ള ക്രൂശാണ്. ഗബ്രിയേലിൻ്റെ കയ്യിലിരിക്കുന്നത് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയ കുന്തവും പിന്നെ യേശുവിനെ കയ്പുനീര് കുടിപ്പിച്ച ആ ഓടക്കോലുമാണ് ഗബ്രിയേലിൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് കണ്ടിട്ട് യേശു പേടിച്ചു. യേശു ഭയന്നോടിയിട്ട് മറിയത്തിൻ്റെ മടിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന രംഗമാണ് ഈ ചിത്രമെന്ന്, ലൂക്ക വരച്ച ചിത്രമെന്ന് ഈ പറഞ്ഞ പോളച്ചൻ പറയുന്നു. അപ്പോൾ യേശു പേടിച്ചോടി. അച്ഛൻ പറയുന്നുണ്ട്, പേടിച്ചോടിയ കൂട്ടത്തിൽ യേശുവിൻ്റെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിപ്പോയി. അതാണ് ആ ചെരുപ്പ് അങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് വരച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദൂതന്മാർ കാണിച്ച ഈ കഷ്ടാനുഭവങ്ങൾ കണ്ടിട്ട് യേശു പേടിച്ചോടി അമ്മയുടെ മടിയിൽ വന്നിരിക്കുന്ന ചിത്രം. രണ്ടാമത് അച്ഛൻ പറയുന്നത്, ആ ചിത്രത്തിലെ മറിയത്തിൻ്റെ കണ്ണുകൾ കണ്ടില്ലേ, അത് നമ്മെ തന്നെ നോക്കുകയാണ്. അതിനും അച്ഛനൊരു വ്യാഖ്യാനമുണ്ട്. അച്ഛൻ്റെ വ്യാഖ്യാനം, നിങ്ങളുടെ പാപങ്ങളാണ് എൻ്റെ മകൻ ക്രൂശിക്കപ്പെടുവാൻ അല്ലെങ്കിൽ കഷ്ടാനുഭവങ്ങൾ അനുഭവിക്കുവാൻ കാരണമായി തീർന്നതെന്ന ചിന്തയോടെ നമ്മെ നോക്കുന്ന അമ്മ. നിങ്ങളാണിതിന് കാരണം എന്ന ഒരു നോട്ടമാണ് അമ്മയുടെ കണ്ണുകളിലുള്ളത്. വ്യാജ ചിത്രങ്ങളിൽ അങ്ങനെ ഒരു നോട്ടമില്ല. എന്നാൽ ഈ നോട്ടമുള്ള, നമുക്ക് നേരെയുള്ള നോട്ടമുള്ള ആ ചിത്രമാണ് ശരിയെന്നാണ് അച്ഛൻ പറയുന്നത്. ഇത്രയും പറഞ്ഞ കൂട്ടത്തിൽ അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പ്രേക്ഷകരോട് പറയുകയാണ്. ഒന്നാമത്, ഈ ഗബ്രിയേലും മീഖായേലും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് 12-15 വയസ്സുള്ളപ്പോൾ യേശുവിനും അമ്മയ്ക്കും വെളിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ വെളിപ്പെടുത്തിയെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ക്രിസ്റ്റോളജിക്കൽ ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞു, ലേഖനങ്ങളിലൊന്നും ഈ വെളിപ്പാടിനെക്കുറിച്ച് എഴുതിയിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട വെളിപ്പാടാണ്. പ്രത്യേകിച്ച് ലൂക്ക യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഏറ്റവും ചെറിയ ഡീറ്റെയിൽസ് പോലും എഴുതിയ ഏക സുവിശേഷകൻ ലൂക്കയാണ്. സിനോപ്റ്റിക് ഗോസ്പൽസിൽ, അതായത് മാത്യു, മാർക്ക് ആൻഡ് ലൂക്ക്, ഈ 3 ഗോസ്പൽസിലാണ് യേശുവിൻ്റെ ജന്മവുമായിട്ടുള്ള ബന്ധത്തിലുള്ള അനുഭവങ്ങൾ കൂടുതൽ വിവരിച്ച് എഴുതിയിട്ടുള്ളത്. സിനോപ്റ്റിക് ഗോസ്പൽസിൽ ഈ പറഞ്ഞതുപോലെ
ലൂക്ക ഏറ്റവും കൂടുതൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വെളിപ്പെടുത്തിയ, യോഹന്നാൻ സ്നാപകൻ്റെ വരെ ജന്മത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് വെളിപ്പെടുത്തിയ ലൂക്ക ഈ സംഭവം എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല? ക്രിസ്റ്റോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത് അച്ഛൻ പറഞ്ഞു യേശു പേടിച്ചോടി അമ്മയുടെ മടിയിൽ കയറിയിരിക്കുന്നു. അപ്പോൾ യേശു എന്താ അങ്ങനെ പേടിച്ചത്? ഈ ക്രൂശും ഈ പറഞ്ഞ കുന്തവുമൊക്കെ കാണുമ്പോൾ പേടിച്ചോടുന്ന ഒരു ഉണ്ണി യേശുവിനെയാണോ അച്ഛൻ ജനത്തിന് മുമ്പിൽ എത്തിക്കുവാൻ ആഗ്രഹിച്ചത്? എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അങ്ങനെ പേടിച്ചോടുന്ന ഒരു യേശു എന്ന് പറയുമ്പോൾ എവിടേക്കോ എൻ്റെ യേശുവിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ നിന്ന് അത് വേറിട്ട് ചലിക്കുന്നു. ഇനിയും പറയാം, വേണമെങ്കിൽ വാദിക്കാം അത് ഉണ്ണി ഈശോയാണ്, ആ ഉണ്ണി ഈശോ ആയതുകൊണ്ടാണ് പേടിച്ചെന്നൊക്കെ വാദിക്കാം. അമ്മയാണ് യേശുവിന് സപ്പോർട്ട് കൊടുത്തതെന്നൊക്കെ വാദിക്കാം. പക്ഷേ അത് ക്രിസ്റ്റോളജിയോട്, സത്യത്തോട് നിരക്കുന്നതല്ല എന്ന് ഞാൻ വാദിച്ചാൽ പോളച്ചൻ എന്ത് മറുപടി കൊടുക്കാൻ കഴിയും? രണ്ടാമത്തെ പ്രശ്നം, അച്ഛൻ പറയുകയാണ് യേശുവിൻ്റെ അമ്മയുടെ കണ്ണുകൾ കണ്ടില്ലേ, അത് നമുക്ക് നേരെ ഉള്ള നോട്ടമാണ്. എനിക്ക് ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ചിന്ത, മെൽ ഗിബ്സന്റെ കാര്യമൊക്കെ അച്ഛൻ പറഞ്ഞു, പാഷൻ ഓഫ് ക്രൈസ്റ്റിലും ഇതുപോലൊരു രംഗമുണ്ട്. ക്രൂശിതനാകുന്ന യേശുവിനെ ക്രൂശിൽ നിന്നിറക്കി മാതാവ് തൻ്റെ കരങ്ങളിൽ വഹിച്ച് കിടത്തുമ്പോൾ നമുക്ക് നേരെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. നിങ്ങളാണ്, നിങ്ങളുടെ പാപങ്ങളാണ് എൻ്റെ മകൻ ക്രൂശിക്കപ്പെടുവാൻ കാരണമെന്ന് ഒരമ്മയുടെ വേദനയോടുള്ള നോട്ടം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഞാനെന്ന വ്യക്തിക്ക് നേരെ ഒട്ടും അനുകമ്പയില്ലാത്ത കുറ്റപ്പെടുത്തലിൻ്റെ ഒരു നോട്ടമല്ലേ? അങ്ങനെയാണോ അച്ചോ? അങ്ങനെയാണോ അച്ഛൻ പറഞ്ഞ യേശുവിൻ്റെ അമ്മ നോക്കേണ്ടത്? അല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവപുത്രനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഏറ്റവും വലിയ സഹനം സഹിച്ച ആ വനിതാരത്നം, അവർ ഒരിക്കലും മാനവകുലത്തിന് നേരെ ആ തീക്ഷ്ണമാകുന്ന കണ്ണുകളോടുകൂടെ, ഒരുപക്ഷെ നിങ്ങൾ ആ ചിത്രം കാണുമ്പോൾ അറിയാം, ഒരു പരിഭവത്തിൻ്റെ, ഒരു വേദനയുടെ, ഒരു നിരാശയുടെ, വൈരാഗ്യത്തിൻ്റെ കണ്ണുകളോടുകൂടെ മാനവകുലത്തെ കുറ്റം ചുമത്തുവാൻ വേണ്ടി നോക്കുകയില്ല. ആ കൺസെപ്റ്റ് തന്നെ ഈ പറഞ്ഞ യേശുവിൻ്റെ ജനനവുമായി ബന്ധത്തിൽ നാം പഠിച്ചിട്ടുള്ള മറിയത്തിന് എതിരാണ് അച്ഛ എന്ന് പറഞ്ഞ് ഞാനങ്ങ് വിടുകയാണ്. മൂന്നാമത്തെ പ്രശ്നം, നിങ്ങളിതൊന്ന് കേട്ടു നോക്കണം. അതായത് പ്രൊട്ടസ്റ്റൻ്റുകാർ ഉപയോഗിക്കുന്ന ബൈബിൾ വ്യാജമാണെന്ന് അച്ഛൻ പറയുന്നു. പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ നിങ്ങൾക്ക് ഫ്രീ കിട്ടും. കോളേജുകളിലും സ്കൂളുകളിലും അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കുറെ വ്യാജമുണ്ട്, വ്യാജമായ ട്രാൻസ്ലേഷൻസും അതിലുണ്ട്. നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന പുതിയ നിയമം വ്യാജമാണോ സഭയുടേതാണോ എന്നറിയാം. ഒരു ടെസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞുതരാം, നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഭാഗം എടുക്കുക. അതെടുത്തു കഴിഞ്ഞിട്ട് അതിലിങ്ങനെയൊരു ഡയലോഗുണ്ട്, മാതാവ് ചെന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ് മാധ്യസ്ഥം വഹിക്കുകയാണ്. അപ്പോൾ ഈശോ പറയുന്നത്, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. ഈശോ ഒഴിവൊഴിവ് പറയാണ്, പക്ഷെ മറിയം പറഞ്ഞുകൊണ്ട് നടത്തി കൊടുക്കുകയാണ്. അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനി ആയിട്ടില്ല. അതാ ഒറിജിനൽ. പക്ഷെ പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ നിങ്ങൾ നോക്കിയാൽ അതിലൊരു വാക്ക് അവർ തിരികെ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ എനിക്കും നിനക്കും തമ്മിലെന്ത്, തമ്മിൽ, അങ്ങനെ ഒരു വാക്ക് ഒറിജിനൽ ഇല്ലാത്തതാണ്. അപ്പം മറിയവും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് മാതാവിനെ നിഷേധിക്കാനായിട്ട് പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ ഉപയോഗിച്ചിരുന്നത് സൂത്രമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളണം, ആ ബൈബിൾ വ്യാജമാണ്. അത് നമ്മുടെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ വല്ലപ്പം വായിക്കാനോ കൊണ്ടു നടക്കാൻ നമുക്ക് കുഴപ്പമില്ല. കേട്ടല്ലോ, അച്ഛൻ പറയുന്നത് പ്രൊട്ടസ്റ്റന്റുകാർ ഉപയോഗിക്കുന്ന ബൈബിൾ വ്യാജമാണ്, അത് നമ്മുടെ വീടുകളിൽ വെക്കാൻ പാടില്ല. തെളിവായിട്ട് അച്ഛൻ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനാവിലെ കല്യാണ വിരുന്നാണ്. ഈ പ്രൊട്ടസ്റ്റന്റ് കാത്തലിക് തമ്മിൽ ഏറ്റവും കൂടുതൽ വാദിക്കുന്ന ഒരു വചനഭാഗം യോഹന്നാൻ 2-ാം അധ്യായമാണ്. കാരണം അവിടെയാണല്ലോ യേശു തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചതും പിന്നെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിച്ചതും. അച്ഛൻ്റെ വാദം ഈ തമ്മിലെന്ന പദം വ്യാജമായി പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ തുരുക്കി കയറ്റിയതാണ്. അങ്ങനെയല്ല അതിൻ്റെ ട്രാൻസ്ലേഷൻ. സത്യമായ ട്രാൻസ്ലേഷൻ സ്ത്രീയെ എനിക്കും നിനക്കും ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇതിലെന്ത്, അതായത്
ആ വിവാഹ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോകുന്നു. അത് വന്ന് അമ്മ യേശുവിനോട് റെക്കമെൻഡ് ചെയ്യുമ്പോൾ, ശുപാർശ ചെയ്യുമ്പോൾ യേശു പറയുന്നു, നമുക്കിതിലെന്താ ഇടപെടേണ്ട കാര്യം? ഇതാണ് അച്ഛൻ്റെ വ്യാഖ്യാനം. ശരിയായ ട്രാൻസ്ലേഷൻ അങ്ങനെയാണെന്നാണ് അച്ഛൻ പറയുന്നത്. പ്രൊട്ടസ്റ്റൻറ്റുകാർ എനിക്കും നിനക്കും തമ്മിലെന്ത് എന്ന് ചോദിച്ചിരിക്കുന്നു. എനിക്ക് അതിനകത്തൊരു പ്രശ്നം ഉണ്ടായച്ചാ. മുമ്പ് ഈ യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ നോട്ടം എനിക്ക് നേരെയുള്ള ഒരു നോട്ടമാണെന്ന് പറഞ്ഞപ്പോൾ, അതായത് ഞാൻ നിമിത്തമാണല്ലോ അമ്മയ്ക്ക് വേദന അനുഭവിക്കേണ്ടി വന്നതെന്ന് എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു നോട്ടമാണെന്ന് അച്ഛൻ്റെ വാക്കുകൾ എൻ്റെ അകത്ത് ഒരു ചിന്ത നൽകിയപ്പോൾ, അച്ഛൻ പറയുന്ന ഈ വാക്കുകളും യേശുവിനെക്കുറിച്ച് എനിക്കൊരു റോങ് കൺസെപ്റ്റാണ് തരുന്നത്. എന്താണെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കല്യാണ വീട്ടിൽ ഒരു കുറവുണ്ടാകുമ്പോൾ അത് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുമ്പോൾ, നമുക്കിതിൽ ഇടപെട്ടിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നൊരു യേശുവാണോ എൻ്റെ യേശു? അതോ എന്നെ കമ്പാഷനോട് നോക്കി, അയ്യോ അവൻ്റെ വീട്ടിലൊരു പ്രശ്നമുണ്ടല്ലോ, നമുക്കിതിൽ ഇടപെടണം എന്ന് പറയുന്ന യേശുവാണോ ശരിയായ യേശു? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ യേശു എന്ന സർവകൃപാലുവാകുന്ന ദയാനിധിയാകുന്ന എൻ്റെ യേശുവിനെക്കുറിച്ച് വ്യത്യസ്തമാകുന്ന ഒരു ചിത്രമാണ് എനിക്ക് തരുന്നതെന്ന് ഒരു സങ്കടമുണ്ടച്ച. ഇനി ഞാൻ പറയാം ആ ട്രാൻസ്ലേഷൻ്റെ യാഥാർത്ഥ്യം എന്താണ്. ഞാൻ പറഞ്ഞല്ലോ, പ്രൊട്ടസ്റ്റൻറ്റുകാർ ബൈബിൾ ഇറക്കിയ സമയം മുതൽ, കിങ് ജെയിംസ് വേർഷൻ വന്ന സമയം മുതൽ കാത്തലിക്സും പ്രൊട്ടസ്റ്റൻസും ഈ വചനം എങ്ങനെയാണ് ശരിയായ ട്രാൻസ്ലേഷൻ എന്ന ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇത് ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല പോളച്ച. 400 ചില്ലുവാനും വർഷങ്ങളായിട്ട് നടക്കുന്നൊരു ഡിബേറ്റാണ് യോഹന്നാൻ 2:4 യഥാർത്ഥ ട്രാൻസ്ലേഷൻ എന്താണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ കുറേ പാരലൽ ബൈബിൾസ് നോക്കി. അതിനകത്ത് പ്രൊട്ടസ്റ്റൻറ്റുകാർ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 വിധത്തിലുള്ള ട്രാൻസ്ലേഷനും പ്രൊട്ടസ്റ്റൻറ്റുകാരുടെ ബൈബിളുകളിലുണ്ട്. അതായത് എനിക്കും നിനക്കും തമ്മിലെന്ത് എന്ന് മലയാളത്തിലുള്ളതുപോലെ അർത്ഥമുള്ള ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അല്ല എങ്കിൽ എനിക്കും നിനക്കും ഇതിൽ എന്ത് എന്ന് ചോദിക്കുന്ന ട്രാൻസ്ലേഷൻ. ഈ 2 ട്രാൻസ്ലേഷൻസും നിരവധി പ്രൊട്ടസ്റ്റൻ്റ് ട്രാൻസ്ലേഷൻസിലുണ്ട്. അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് ബൈബിൾ എല്ലാം എനിക്കും നിനക്കും തമ്മിലെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല വെച്ചാൽ, പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ധാരാളം ബൈബിളുകളിൽ, അതായത് പല ഭാഷകളിൽ പല വേർഷൻസിലുള്ള ബൈബിളുണ്ടല്ലോ, അതിനകത്തൊക്കെ പല ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് ഈ 2 അഭിപ്രായമുണ്ട്. അപ്പോൾ പ്രശ്നമായി. ഇതിനകത്ത് ശരിയായ ട്രാൻസ്ലേഷൻ ഏതാണ്? അതറിയാൻ ഞാൻ നടത്തിയ ഒരു ചെറിയ അന്വേഷണം. എനിക്കറിയേണ്ടിയിരുന്നത് ഈ പറഞ്ഞ ഇംഗ്ലീഷും KJVയും കാത്തലിക് ചർച്ചിൻ്റെ ഒഫീഷ്യൽ ബൈബിൾസും POCയും ഒക്കെ വരുന്നതിന് മുമ്പ് അങ്ങ് പണ്ടൊരു ട്രാൻസ്ലേഷൻ ഉണ്ട് കേട്ടോ. നൂറ്റാണ്ടുകൾ കാത്തലിക് ചർച്ചിൻ്റെ ഒഫീഷ്യൽ ബൈബിളായിട്ട് ഉപയോഗിച്ചിരുന്ന, സാധാരണ ഭാഷയിലൊന്നുമല്ല, ദിവ്യ ഭാഷയാകുന്ന, സ്പിരിച്വൽ ലാംഗ്വേജ് ആകുന്ന ലാറ്റിൻ ഭാഷയിൽ ചെയ്ത ഒരു ട്രാൻസ്ലേഷനുണ്ട്. ജെറോമിൻ്റെ ട്രാൻസ്ലേഷനാണ്. അതിനെ വിളിക്കുന്നത് ലാറ്റിൻ വൾഗേറ്റ് എന്നാണ്. അപ്പോൾ ഈ ലാറ്റിൻ വൾഗേറ്റിൻ്റെ അകത്ത് ഉള്ള യോഹന്നാൻ 2:4 എന്താണെന്ന് നോക്കാൻ എനിക്ക് കൗതുകം തോന്നി. ശരിയല്ലേ? ഈ KJVക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയതെങ്കിൽ അതിനു മുമ്പ് കാത്തലിക് ചർച്ച് നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന ജെറോമിൻ്റെ ട്രാൻസ്ലേഷൻ കറക്റ്റ് ആകണമല്ലോ. ലാറ്റിൻ വൾഗേറ്റ് എന്നെക്കാട്ടിൽ നന്നായിട്ട് ലത്തീൻ ഭാഷയൊക്കെ അച്ഛന്മാർക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് ധൈര്യത്തോടു കൂടെ പറയാം, അച്ഛാ, ലാറ്റിൻ വൾഗേറ്റിൻ്റെ അകത്ത്, ജെറോമിൻ്റെ ട്രാൻസ്ലേഷൻ്റെ അകത്ത് കാത്തലിക് ചർച്ച് നൂറ്റാണ്ടുകൾ ഒഫീഷ്യൽ ട്രാൻസ്ലേഷനായി ഉപയോഗിച്ച, ഇന്നും കാത്തലിക് ചർച്ച് റെസ്പെക്റ്റ് ചെയ്യുന്ന ലാറ്റിൻ വൾഗേറ്റിൻ്റെ അകത്ത് ഈ വചനം എന്താണ് എഴുതിയിരിക്കുന്നത്? കൃത്യമാച്ച അവിടെ എഴുതിയിരിക്കുന്നത്, സ്ത്രീയെ, നിനക്ക് എനിക്കെതിരായിട്ട് എന്താണുള്ളത്? മലയാള ട്രാൻസ്ലേഷൻ പോലെ എനിക്കും നിനക്കും തമ്മിലുണ്ട്. വാട്ട് ഈസ് എഗൻസ്റ്റ് മീ? എന്താണ് എനിക്കെതിരായിട്ടുള്ളത് എന്നാണ് യേശു പറഞ്ഞതെന്ന് ലാറ്റിൻ വൾഗേറ്റിലും എഴുതിയിരിക്കുന്നു. അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റുകാർ ഏതെങ്കിലും പ്രൊട്ടസ്റ്റൻ്റ് വേർഷനിൽ തുരുകിക്കയറ്റിയ വാക്കല്ല തമ്മിൽ. ലാറ്റിൻ വൾഗേറ്റിലും അങ്ങനെ തന്നെയായിരുന്നു വെച്ചാൽ, അതാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളുടെ ശരിയായ ട്രാൻസ്ലേഷൻ. യേശുവിൻ്റെ ചോദ്യം, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? അല്ലെങ്കിൽ നിനക്ക് എനിക്ക് എഗൻസ്റ്റായിട്ട്, എനിക്ക് വിരോധമായിട്ട് എന്താ പ്രശ്നം എന്നാണ് യേശു ചോദിച്ചിരിക്കുന്നത്. എന്താ ഇതിൻ്റെ മീനിങ് എന്നറിയാമോ? ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത വാചകം കൂടെ ചേർന്ന് പഠിക്കണം. ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു വാക്ക് മാത്രം എടുത്ത് വ്യാഖ്യാനിക്കരുത്. അതിൻ്റെ പശ്ചാത്തലം,
അതിൻ്റെ കോൺടെസ്റ്റ് എന്താണെന്ന് നോക്കണം. കോൺടെസ്റ്റ് മുകളിലുള്ള വാചകത്തിൽ യേശുവിൻ്റെ അമ്മ വന്ന് യേശുവിനോട് പറഞ്ഞു, ഇവരുടെ വീഞ്ഞ് തീർന്നുപോയി. അപ്പോൾ യേശുവിനറിയാം അതൊരു സഹായ അഭ്യർത്ഥനയാണ്. അപ്പോൾ യേശു പറയേണ്ട മറുപടി ഞാൻ സഹായിക്കാമെന്നോ സഹായിക്കത്തില്ലയോ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല യേശു മറുപടി പറയുന്നത്. യേശുവിൻ്റെ അടുത്ത ചോദ്യം, സ്ത്രീയെ നിനക്ക് എനിക്കെതിരായിട്ട് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇതാണ് ലാറ്റിൻ വൾഗേറ്റ് കേട്ടോ. അതിൽ നിന്നാണ് വ്യാഖ്യാനിക്കുന്നത്. എന്താ അങ്ങനെ ചോദിച്ചത്? അടുത്ത വാചകം യേശു പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം യേശു പ്രവർത്തിക്കേണ്ട സമയമുണ്ട്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം ഓരോ സമയത്താണ് യേശു ചെയ്യുന്നത്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, സമയമായപ്പോൾ കൃത്യമായി നിയമിക്കപ്പെട്ട സ്വർഗത്തിലെ പിതാവ് നിയോഗിച്ച സമയത്താണ് അവൻ ഓരോ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ പരസ്യ ശുശ്രൂഷ ചെയ്യാനുള്ള സമയമാകുന്നതിന് മുമ്പാണ് യേശുവിൻ്റെ അമ്മ വന്ന് യേശുവിനോട് ഈ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ യേശു പറയുന്നത്, നിനക്കെന്താണ് എൻ്റെ വിളിയെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ നിയോഗത്തെക്കുറിച്ച് അറിയാവുന്നത്? എന്തിനാണ് എൻ്റെ സമയമാകുന്നതിന് മുമ്പ് എന്നെക്കൊണ്ട് അങ്ങനൊരു കാര്യം ചെയ്യാൻ എന്നെ ഉത്സാഹിപ്പിക്കുന്നത്? വാട്ട് യു ഹാവ് എഗൻസ്റ്റ് മീ? എനിക്കും നിനക്കും തമ്മിൽ എന്താ പ്രശ്നം എന്നാണ് യേശുവിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം. അതായത് യേശു കർത്താവ് പ്രവർത്തിക്കേണ്ടത് അവൻ്റെ നിയോഗത്തിലും അവൻ്റെ സമയത്തും പിതാവ് അവനെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ സ്കെഡ്യൂൾ അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ സമയമനുസരിച്ചാണെന്ന് യേശുവിനറിയാം. അത് തിരിച്ചറിയാത്ത അമ്മയോട് ആ കാര്യം യേശു പറഞ്ഞു കൊടുത്തതാണ്, എനിക്ക് പ്രവർത്തിക്കുവാൻ ഒരു സമയമുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അന്ന് വരെ യേശു ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. യേശുവിൻ്റെ അമ്മ മറിയത്തിന് മാത്രമേ അറിയത്തുള്ളൂ യേശു ദൈവപുത്രനാണെന്ന്. കാരണം ഒരു അത്ഭുതം അവൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല. അപ്പോൾ പരസ്യമായിട്ട് ഒരു അത്ഭുത സഹായം ചെയ്യുവാൻ യേശുവിൻ്റെ അമ്മ ആവശ്യപ്പെടുമ്പോൾ യേശുവിൻ്റെ ഒരു ആർഗ്യുമെൻ്റ്, നമുക്കിതിൽ ഇടപെടേണ്ട അല്ലെങ്കിൽ നമുക്കിതിൽ എന്താ കാര്യമെന്നല്ല, ഞാൻ പ്രവർത്തിക്കേണ്ട സമയമായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് സമയമെന്ന കൺസെപ്റ്റ് ഉണ്ട്. സമയം, യേശുവിന് പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. സമയമായപ്പോൾ അവൻ എഴുന്നേറ്റു. അതുപോലെ തന്നെ ലാസറിൻ്റെ കല്ലറയ്ക്കലേക്ക് പോകുമ്പോൾ യേശു ആ വാർത്ത അറിഞ്ഞിട്ട് പോയില്ല, കാരണം സമയമായില്ല. സമയമെന്ന കൺസെപ്റ്റ് ഗോസ്പൽ ഓഫ് ജോണിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയോളജിക്കൽ കൺസെപ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് വേണം അച്ഛാ വേദപുസ്തകം വ്യാഖ്യാനിക്കാൻ. അച്ഛൻ ഈ വ്യാഖ്യാന ശാസ്ത്രമൊന്നും അറിയാത്തത് കൊണ്ടല്ല, അച്ഛന് ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളാണ്, നമ്മളെക്കാട്ടിലൊക്കെ ഈ പറഞ്ഞ ഗ്രീക്കും ലാറ്റിനും ഒക്കെ അറിയാവുന്ന ആളാണ്. പക്ഷേ അച്ഛനിവിടെ ഒരു ചെറിയ വ്യാഖ്യാനപ്പിഴവ് വരുത്തി. മാത്രമല്ല, ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റൻ്റ് ബൈബിള് വ്യാജമാണെന്ന് തെളിയിക്കാനാണ് അച്ഛൻ ഇത് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞില്ലേ, സ്കൂളിലും കോളേജിലും ആശുപത്രിയിലൊക്കെ ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ബൈബിൾ വീട്ടിൽ കൊണ്ടുവച്ച് നിങ്ങൾ വായിക്കില്ല. സമ്മതിച്ചച്ചാ, എൻ്റെ പ്രിയപ്പെട്ട കാത്തലിക് സ്നേഹിതരോട് പറയുകയാണ്, നിങ്ങൾ പ്രൊട്ടസ്റ്റൻ്റ് ബൈബിള് വായിക്കേണ്ട, ഒരു പ്രശ്നമില്ലെന്നേ. കാത്തലിക് ബൈബിള്, മഞ്ഞക്കൽ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, വേദോസം നന്നായിട്ട് വായിക്കണമെന്ന്. നിങ്ങളുടെ വീട്ടിലുള്ള കാത്തലിക് ബൈബിള് നന്നായിട്ട് വായിച്ച് അങ്ങ് അനുസരിക്കണം. ആ വാക്യം അവിടെ കിടക്കട്ടെന്ന്. ഏതാ? ഈ യോഹന്നാൻ 2-ാം അധ്യായത്തിൽ, സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിലെന്താണോ, അല്ലെങ്കിൽ സ്ത്രീയെ എനിക്കും നിനക്കും ഇതിലെന്താണ് എന്നാണോ ട്രാൻസ്ലേഷൻ, അതവിടെ കിടക്കട്ടെ. അതല്ലാതെ ഒത്തിരി വചനങ്ങളുണ്ട് കേട്ടോ. ഉദാഹരണം പറഞ്ഞാൽ, തിമത്തിയോസിനോട് പൗലോസ് പറയുന്നൊരു വാക്യമുണ്ട്, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ നമുക്കായി മറുപടിയായി കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു മാത്രം. അതൊന്ന് വായിക്കണം, അനുസരിക്കണം. മാത്രമല്ല, വേദപുസ്തകത്തിൽ കൃത്യമായ ഒരു വചനമുണ്ട്, ഇനിയും പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട കാത്തലിക് സ്നേഹിതന്മാരെ, നിങ്ങൾ ഇനിയും ബലിയർപ്പണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തു ചെയ്യരുത്, ഈ പറഞ്ഞ മാസിന് വേണ്ടി പോകരുത്. മാസ് എന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? മാസ് എന്ന പദത്തിൻ്റെ അർത്ഥം MASS, മാസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മിസോ എന്ന പദത്തിൽ നിന്നാണ് മാസ് എന്ന പദം ഉണ്ടായത്. അതായിരുന്നു ആദ്യ നൂറ്റാണ്ടുകളിൽ ഉപയോഗിച്ചത്. മിസോ എന്ന പദത്തിൻ്റെ അർത്ഥം മിഷൻ എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ്, അയക്കപ്പെടുക എന്നാണ് അർത്ഥം. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ കാത്തലിക് സ്നേഹിതരെ ആദ്യകാലം മുതൽ ഉപയോഗിച്ചത് ബലിയർപ്പണം എന്ന അർത്ഥത്തിലല്ല. മാസ് എന്ന് പറഞ്ഞാൽ മിഷൻ, അതായത് ഈ തിരുമേശ ആചരിച്ച് ഒരു സുവിശേഷ ദർശനത്തോട് അയക്കപ്പെടുന്നവരാണ് വിശ്വാസികൾ എന്ന കൺസെപ്റ്റായിരുന്നു മാസ് എന്ന പദം അർത്ഥമെന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് സ്നേഹത്തോടെ ഓർപ്പിക്കാനുള്ളത്, പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു ബലിയുടെ ആവശ്യമില്ല. പക്ഷേ
ഒരിക്കലായി അർപ്പിച്ച ബലിദാനത്തിൻ്റെ മാസ് മിഷനുമായി ഭൂമിയുടെ അറ്റത്തോളം പോകാനുള്ള നിയോഗമാണ് നമുക്കുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പാഠഭേദത്തിൽ നിന്ന് തൽക്കാലം ഞാൻ അങ്ങ് വിരമിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പാഠഭേദം ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. മഞ്ഞക്കലച്ചനെ പോലെ പോളച്ചൻ്റെയും മറ്റൊത്തിരി അച്ഛന്മാരുടെ ഹൃദയത്തിൽ ഈ സത്യത്തിൻ്റെ വെള്ളി വെളിച്ചം പരക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ പാഠഭേദം അവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.